കേരള ടൂറിസം എന്ന് പറയുന്നത് ഒരു 10 ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ മെൻ്റലായിട്ടും ടൂറിസ്റ്റുകൾ പൊതുവെയും ചുരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ബേക്കൽ ഫോർട്ട് ഫോർ എക്സാമ്പിൾ, മാരാരി ഇൻക്രീസിംഗ്ലി, കുമരകം, പിന്നെ പണ്ടൊക്കെ കോവളം ആയിരുന്നു, മൂന്നാർ. അപ്പോൾ ഈ സ്ഥലങ്ങൾ തീർച്ചയായിട്ടും ഓവർ ടൂറിസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൂന്നാറിലേക്ക് ഞാൻ പോകാറ് തന്നെയില്ല. മൂന്നാറിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രാഫിക് ജാമിൽ സ്റ്റക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് പോകുന്ന സ്ഥലമാണ് മൂന്നാർ. അപ്പം അത് ഇറ്റ്സ് നോ ലോങ്ങർ, സോ ഇറ്റ്സ് ഓൾറെഡി ലെറ്റ്സ് എ ഈ കാരണം കൊണ്ട് തന്നെ അതിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരാം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കേരളത്തെ കാണേണ്ടത്. 1998 തോന്നുന്നു നാഷണൽ ജോഗ്രഫിക് ട്രാവലർ കേരളത്തെ 50 പ്ലേസസ് ഓഫ് എ ലൈഫ് ടൈം എന്നുള്ള അവാർഡ് കൊടുക്കുന്നത് 98-ലോ 99-ലോ. അപ്പോൾ അതിനുശേഷമാണ് കേരള ടൂറിസത്തിന് ഇത്ര വലിയ ബൂസ്റ്റ് കിട്ടുന്നത്. അപ്പം അന്ന് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേരളം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ്, അതുകൊണ്ടാണ് നാഷണൽ ജോഗ്രഫിക് നമ്മളെ സെലക്ട് ചെയ്തത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ ടാഗ് ലൈൻ അന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും അത് ഓൺലൈൻ ലഭ്യമാണ്. അപ്പോൾ ഈ 50 സ്ഥലങ്ങൾക്കും ഓരോ കാരണങ്ങൾ അവർ പറഞ്ഞിരുന്നു. അതിൽ നാച്ചുറൽ ബ്യൂട്ടി കൊണ്ടുള്ള സ്ഥലങ്ങളുണ്ട്. കേരളം അതല്ല. കേരളത്തിന് അവർ പറഞ്ഞത് ദ മൗണ്ട് എവറസ്റ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അതായത് വരുമാനം കുറഞ്ഞിട്ടും സാമൂഹ്യമായ വികസനം നടത്തിയിരിക്കുന്ന ഒരു സ്ഥലം, ആ തരത്തിൽ അതിശയകരമായ ഒരു സ്ഥലം, അതുകൊണ്ട് പോയി കാണേണ്ടതാണ്. അത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ 1000 ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഈ 1000 ഗ്രാമങ്ങളെയും ടൂറിസം ഇതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് അതിന് പകരം ഈ നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് വരുന്ന ആളുകൾ മുഴുവനും മൂന്നാറും തേക്കടിയും കാണാനായിട്ട് വരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതിന് പകരം നമ്മളുടെ ടൂറിസത്തെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കൂടുതൽ ടൂറിസ്റ്റുകളെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ റിസോർട്ടുകൾ ഉണ്ടാകുന്നതിന് പകരം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരു 11 ലക്ഷം വീടുകളാണ് 2011 സെൻസസ് പ്രകാരം വെറുതെ കിടക്കുന്നത്. അത് ഉപയോഗിച്ച് അതിനെ എങ്ങനെയാണ് ഒരു ടൂറിസം ഹോം സ്റ്റേ മാർക്കറ്റിലേക്ക് ഇടാനായിട്ട് സാധിക്കുന്നത്? പക്ഷെ ഇന്ന് നമുക്ക് കേരളത്തിൽ ഹോം സ്റ്റേ കിട്ടണമെങ്കിൽ അതിൻ്റെ ബ്യൂറോക്രാറ്റിക് ബാരിയർ എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റീവാണ്. പോരാതെ ഹോം സ്റ്റേ വേണമെങ്കിൽ ഹോമിൽ നമ്മൾ താമസിക്കണമെന്നൊരു നിർബന്ധം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബാരിയറാണ്, അതൊരു ഫിസിക്കലായിട്ടുള്ളൊരു കൺസ്ട്രെയിൻ്റ് അല്ല. ഞാൻ ജർമ്മനിയിലാണ് താമസിക്കുന്നത്. ഒരു മാസം അവധിക്ക് വരുമ്പോൾ അന്ന് വൈകുന്നേരം വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീട് Airbnb-ൽ ഇത് ചെയ്യാം, പിറ്റേ ദിവസം തൊട്ട് ആളുകൾക്ക് വരാം, താമസിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, and I'll get the revenue. ഇവിടെ എൻ്റെ വീട് ഇവിടെ വെറുതെ കിടക്കുകയാണ്. ഞാനത് ഒരിക്കൽ ഹോം സ്റ്റേ ആക്കാനുള്ള ഇത് നോക്കിയിരുന്നു. ഞാനവിടെ താമസിക്കണമെന്ന് കൂടാതെ എനിക്ക് തോന്നുന്നു അന്ന് 6 or 7 പെർമിറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത അയൽപക്കത്തെ 4 ആളുകളുടെ പെർമിഷനും കൂടി വേണമെന്നാണ് മനസ്സിലായത്. അത് ഈ നമ്മളുടെ ഒരു സദാചാര പോലീസിങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനു വേണ്ടി റിസോർട്ടുകൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. ഈ സ്പേസ് ഓൾറെഡി ഉണ്ട്. നമ്മളുടെ 1000 വില്ലേജുകളിലേക്കും ഈ ടൂറിസത്തെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലായിരിക്കും നമ്മുടെ ടൂറിസത്തെ പറ്റി ചിന്തിക്കേണ്ടത്. അത് ടൂറിസത്തെ പറ്റിയുള്ള നമ്മളുടെ ഒരു ചിന്തയുടെ ഒരു ഭാഗമാണ്. അതായത് ടൂറിസ്റ്റുകൾ വരുന്നത് 5 സ്റ്റാർ ഫെസിലിറ്റികൾ ആസ്വദിക്കാനാണ്. ഇപ്പോൾ നമ്മളുടെ ഹോം സ്റ്റേക്ക് കേരള ആരാണത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന, എനിക്ക് ഇന്ന് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണെന്ന് തോന്നുന്നു എൻ്റെ അപ്രൂവൽ അതോറിറ്റി. അവർ കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. ഓരോ ഇതിലും ഇന്ന കാര്യങ്ങളുണ്ടായിരിക്കണം, മിറർ ഉണ്ടായിരിക്കണം, ചീപ്പ് ഉണ്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞ് ഉള്ള അത്തരത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇപ്പോൾ ബ്രസീലിൽ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ നമ്മളുടെ വീടിൻ്റെ സൈഡിൽ ഒരു ഹാമോക്ക് കെട്ടാനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ $10 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാമോക്ക് കെട്ടിയിട്ട് അവിടെ കിടക്കാം. നമ്മുടെ കയ്യിൽ ഹാമോക്ക് ഇല്ലെങ്കിൽ $3 വാടക. ഓക്കെ, സോ ഹോം സ്റ്റേസ് ദർ. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ആളുകൾ വരുന്നത് 5 സ്റ്റാർ ഫെസിലിറ്റിക്കല്ല. 5 സ്റ്റാർ ഫെസിലിറ്റിക്ക് എവിടെയോ അവരുടെ നാട്ടിലുണ്ട്, മറ്റുള്ള നാടുകളിലുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ നാട്ടിൽ ആളുകൾ വരുന്നത് നമ്മളുടെ കൾച്ചറുമായിട്ട് അറിയാനും ചേർന്ന് ജീവിക്കാനുമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട എന്താണ്? നമ്പർ 1 സെക്യൂരിറ്റി. വരുന്ന ആളുകൾക്ക് ദേ ഷുഡ് ഫീൽ സെക്യൂർ എല്ലാ തരത്തിലും. നമ്പർ 2 ഈ സദാചാര പോലീസിങ് പോലെയുള്ള
അതിൽ നിന്നുള്ള അത് സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമാണ്, പക്ഷെ ഒരു ഓൾമോസ്റ്റ് കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടത് നമുക്ക് ചെയ്യാം. മൂന്നാമത്തത് സേഫ്റ്റി. നമ്മൾ ഇപ്പോൾ ഒരു ബോട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിലും ഒരു സേഫ്റ്റി ഇല്ല. അപ്പോൾ ആലപ്പുഴയിലെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇപ്പോൾ 1000-ഓളം ഹൗസ് ബോട്ടുകളുണ്ട്. ആ ഓരോ ഹൗസ് ബോട്ടിലും ഏത് ദിവസം വേണമെങ്കിലും ഒരു പലതരത്തിലുള്ള അപകടം ഉണ്ടാകും, ഇൻക്ലൂഡിങ് ഒരു ഫയർ ഉണ്ടാകാം. എന്താ പറഞ്ഞാൽ എല്ലാ ഹൗസ് ബോട്ടിലും ദേ ആർ കുക്കിംഗ് മീൽ. നമ്മൾ ആ ബോട്ടിലേക്ക് നിങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു സേഫ്റ്റി ബ്രീഫിംഗ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ. അവിടെ ആർക്കെങ്കിലും ഒരു സേഫ്റ്റിയെ പറ്റിയൊരു ട്രെയിനിങ് അവർക്ക് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യുക, ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യുക, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ദ മാർക്കറ്റ് വിൽ ടേക്ക് കെയർ. പിന്നെ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ നിയന്ത്രണങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. ഫോറിനേഴ്സ് വന്ന് താമസിക്കുമ്പോൾ ഉള്ള വളരെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ആർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങാം, വിൽക്കാം, കൊടുക്കാം എന്നതിനൊക്കെ ഉള്ള നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ ആരാണ് ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങുന്നത് എന്നുള്ളതിനൊരു ഇത് വേണം. പക്ഷെ അതിൻ്റെ ബാരിയർ ടു എൻട്രി വളരെ വലുതാകാൻ പാടില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാം ഈ ടൂറിസത്തിൽ ഇടപെടുകയും ഈ ഒരു ഓവറോൾ കേരളത്തിലെ മൊത്തം കേരള Airbnb ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ എല്ലാം അവർ ഹാൻഡിൽ ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിന് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിന് ഈ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ മാനേജ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അതെല്ലാം ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു കോപ്പറേറ്റീവായിട്ട് എടുക്കുകയും നമ്മൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്. വി ക്യാൻ ഗീവ് പ്യൂർ ഹോസ്പിറ്റാലിറ്റി, പ്യൂർ മലയാളി ഹോസ്പിറ്റാലിറ്റി to 30 million tourists. I think that possibility exists.